പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ, കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. മുണ്ടത്തിക്കോട് രാജഗിരി മെയിൻ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭ 35-ാം ഡിവിഷൻ മുണ്ടത്തിക്കോട് രാജഗിരിയിൽ 77 കുടുംബങ്ങൾക്ക് മെയിൻ കുടിവെള്ള പദ്ധതിയായി MLA വികസന ഫണ്ടിൽ നിന്ന് 25.50 ലക്ഷം രൂപ വിനിയോഗിച്ച് നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഈ 4 കൊല്ലത്തിനിടയിൽ 870 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് ഭരണാനുമതി വാങ്ങാനും മിക്കവാറും എല്ലാ പദ്ധതികളും തുടക്കം കുറിക്കാനും കഴിഞ്ഞു എന്ന ഒരു പ്രത്യേകത കാര്യത്തിലുണ്ട്. തീർച്ചയായിട്ടും അതിലെ 4 മേൽപ്പാലങ്ങൾ ഈ 4 കൊല്ലം കൊണ്ട് നമുക്ക് ഭരണാനുമതി വാങ്ങാൻ കഴിഞ്ഞു. അതിലൊന്ന് അമല മേൽപ്പാലാണ്, മറ്റൊന്ന് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ നമ്മുടെ തിരൂര് ഓട്ടോര് ഗേറ്റ്, വേലിക്കുട്ടി ഗേറ്റാണ്, അതിന് ടെൻഡർ കഴിഞ്ഞു. പിന്നൊന്ന് മാരാത്തുകുന്ന്, ലെവൽ ക്രോസ് നമ്പർ 7, അതിൻ്റെ GAD തയ്യാറാക്കാൻ ആവശ്യമായ നടപടികളായി. ബൈപ്പാസ്, നമ്മുടെ വടക്കാഞ്ചേരി ബൈപ്പാസ് ക്രോസ് ചെയ്യുന്ന കാട്ടിലെ ഗേറ്റ് ഭാഗത്തുള്ള ഓവർ ബ്രിഡ്ജിന്റെയും നിർദ്ദേശം റെയിൽവേയുടെ അനുമതിക്ക് വേണ്ടിയിരിക്കുകയാണ്. അപ്പൊ 4 ഓവർ ബ്രിഡ്ജുകൾ വ്യത്യസ്ത ഫണ്ടുകൾ, കിഫ്ബിയുടെ എമൗണ്ട്, അതുപോലെ തന്നെ റെയിൽവേയുടെ എമൗണ്ട്, ഇതെല്ലാം ചേർത്ത് നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR അരവിന്ദാശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല B ടീച്ചർ, ഡിവിഷൻ കൌൺസിലർ ജിൻസി ജോയ്സൺ, PSC ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു മാസ്റ്റർ, മുനിസിപ്പാലിറ്റി ഓവർസിയർ ഉമ്മർ, TR രാജൻ, PG സനീഷ്, വാർഡ് വികസന സമിതി കൺവീനർ KV സന്തോഷ്, കുടിവെള്ള പദ്ധതി കോർഡിനേറ്റർ CT ജോണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ് മുണ്ടത്തിക്കോട്. You are watching VCV News.